പതിവിൽ നിന്ന് വിപരീതമായി കുറച്ചും കൂടി പണി കൂടുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് കേട്ടോ. കാരണം നമ്മുടെ അമ്പലത്തിലത്തെ ഉത്സവമാണ്. ഉത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണവും വിഷുവും ഒക്കെ വരുന്നേക്കാളും ഭയങ്കര ഒരു ഉത്സാഹവും ഉന്മേഷവും ഉള്ള സമയമാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ എൻ്റെ ഉത്സവം കൊളായിടോ. എനിക്ക് കണ്ണിക്കേട് വന്നു. നമ്മുടെ തൃശ്ശൂർ അതിനെ കണ്ണിക്കേട് എന്ന് പറയും, ചെങ്കണ്ണ്, കൺജൻറ്റിവൈറ്റീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം. പക്ഷെ ഞാൻ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. നമുക്ക് ആ കുറവില്ലാത്ത ദിവസത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കിയാലോ. എല്ലാവർക്കും ശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. പുതിയ ഉടുപ്പ് ഭംഗിയുണ്ടോ? എനിക്ക് ചേരുണ്ടോ? ഞാനിങ്ങനെ നൈറ്റി ഒന്നും ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ചേച്ചി തയ്ച്ചത്. അപ്പോൾ ഒരു ഉച്ചയായപ്പോഴാണ് ക്യാമറയൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. നാളെ നമ്മൾ കാട്ടിൽ പോവാണ്. കാട്ടിൽ പോകാനായിട്ട് കണ്ണിക്കേടും വെച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ പൂരം കൊളായി എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ ഫ്ലോക്ക് അനുസരിച്ച് പോവാം. അടുത്ത വർഷം എന്താവുന്നൊന്നും അറിയില്ലല്ലോ. ഇപ്രാവശ്യം എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും തീവ്രമായ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മാറിയിട്ടോ. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. അന്നത്തെ കാര്യം പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് എന്തോ അച്ചപ്പുണ്ടാക്കണമെന്നും കായ വറക്കണമെന്നും പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നി. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉത്സവം വരുമ്പോൾ അമ്മമാർ സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഫോളോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഉത്സവത്തിന്. അങ്ങനെ 4 മണിക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നെസ്റ്റോന്ന് മേടിച്ച പാസ്തയുടെ പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ചിപ്പി പോലത്തെ പാസ്ത ഇല്ലേ, അതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഭാഗ്യനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ചധികം വെള്ളത്തിൽ. ഞാൻ പാസ്ത ഉണ്ടാക്കണതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ പണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേ കബഡിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കുക, ഇത് ഇങ്ങനെ കഴിക്കാനൊന്നും അറിയില്ല. വൺസ് നമ്മുടെ ചേച്ചിമാരതൊക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നപ്പോൾ പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് 4 മണി പലഹാരമൊക്കെ ഇതായിന്നെ. ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാഗി മസാല ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ഇട്ടിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൽ കുരുമുളക് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ കുറച്ച് സവോള നമ്മൾ ചോപ്പർ കൂട്ടനെ കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പർ കൂട്ടൻ ഞാൻ പറയാറില്ലേ, നമ്മുടെ വീട്ടിൽ ഒരു ചോപ്പർ കൂട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരാൾ അടുക്കളയിൽ വേണ്ട. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ചൂരിയൻ്റെ മസാലയില്ലേ, അതാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യം വേറെ വേറെ മസാലകൾ ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. നമ്മുടെ മാഗി മസാലയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളാം. പിന്നെ നമ്മുടെ സോസുകളൊക്കെ വല്ലപ്പോഴൊക്കെ ഒഴിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പം നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്, ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന ഈ പാഴ്സലി ഇലയും അതുപോലെ തന്നെ മിൻറ്റില്ല സ്പൈസ് അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ബോട്ടിലായിട്ട് കിട്ടും. അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വയ്ക്കും. ഒറിഗാനോ ആണ് നമ്മൾ ഏറ്റവും അധികം മേടിക്കുന്നത്. പിന്നെ കസൂരി മേത്തി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കും. അതൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോയും കൂടി നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുത്ത് പറയണോ, നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച തക്കാളിയും കൂടി അടിച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് തട്ടുമ്പോൾ കണ്ണിന് ചെറിയൊരു ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ആരോടും പറയില്ല കേട്ടോ. വയ്യാണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ തന്നെ പറയുള്ളൂ. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ വായിലേക്ക് ഒന്നും പോവില്ല. അത് കാരണം കൊണ്ട് നമ്മൾ നിർബന്ധമായും പണിയെടുക്കണം. സൊമാറ്റോ ഊബറും ഒന്ന് വന്ന കാര്യം ഈ നാട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നസീർ മരിച്ച കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയില്ല. അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ. അതൊന്നും നമ്മുടെ ഇവിടേക്ക് ഡെലിവറി ആവില്ല. പിന്നെ നമുക്കിവിടെ ആകെ കൂടി കൃഷ്ണേൻ്റെ ഒരു കടയാണുള്ളത്. ആ കടയിൽ നിന്നാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാനും കിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, ചായയൊക്കെ കടയാണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ സ്വർഗമാണെന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം തികഞ്ഞ് ജീവിക്കാൻ പറ്റുന്നതും നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ പാസ്ത തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ പാസ്ത വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് മസാല ചീസും അതുപോലെ തന്നെ കുറച്ച് സ്ലൈസ്ഡ് ചീസും വെച്ച് കൊടുത്തപ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ അടിപൊളി 4 മണിയിലത്തെ പാസ്ത റെഡി കേട്ടോ. ഇത് നാളെ കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇട്ടിരിക്കുന്ന ഉടുപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതെനിക്കൊരു ചേച്ചി അയച്ചതാണ് കേട്ടോ. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 399 രൂപ മുതലാണ് ചേച്ചി നൈറ്റി ഉണ്ടാക്കുന്നത്. കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചേച്ചിക്ക് കളറുകൾ അയച്ചു കൊടുത്ത് ചേച്ചി എനിക്ക് കുറേ മെറ്റീരിയൽ കാണിച്ചു തന്നു. അതിൽ എനിക്കിഷ്ടമുള്ള കളറുകളും എനിക്കിഷ്ടമുള്ള നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട് അടിയിൽ ഇങ്ങനെ ഫ്രില്ല് വെക്കണം, അവിടെ ലേസ് വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് തയ്ച്ച് തന്ന ഡ്രസ്സാണിത് കേട്ടോ. ചേച്ചി വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പറും കാര്യങ്ങളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെയൊക്കെ അമ്മയുടെ പ്രായമൊക്കെ അമ്മയുടെ പ്രായമൊന്നും എൻ്റെ അമ്മയുടെ പ്രായമൊന്നും ഉണ്ടാവില്ല എങ്കിലും ചേച്ചി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്.
ചേച്ചിക്ക് എന്താ പറയുക, എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് 3 ഉടുപ്പ് ചേച്ചി ഫ്രീ ആയിട്ട് അയച്ചു തന്നതാണ് കേട്ടോ, പ്രൊമോഷനൊന്നുമല്ല. ചേച്ചിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ഉടുപ്പ് എന്ന് പറയുന്നത്. ഈ ഉടുപ്പ് അമ്മ കൊണ്ടുപോയി കേട്ടോ. ഇത് അമ്മയുടെ വ്ളോഗിൽ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. ബാക്കി 2 ഉടുപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ചേച്ചിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാട്ടിൽ അറ്റത്ത് കണ്ട മരം മുറിക്കണ്, അവിടെ നമ്മുടെ വെട്ടിക്കഴിഞ്ഞ എന്താ പറയുക, റബ്ബർ അല്ലേ, വെട്ടിക്കഴിഞ്ഞ റബ്ബർ മുറിക്കുകയാണ്. ഇനി അവർ പുതിയ റബ്ബർ വെക്കും. 6 വർഷം കഴിഞ്ഞാൽ അത്ര ഇനി ആ റബ്ബറിൽ നിന്ന് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇനി കാട് കുറച്ച് ദിവസം വിജനമാവും. ഇതാരാ അത്? ആളെ നമ്മളറിയോ? ഈ ഫോണിൽ നോക്കിയേ. അങ്ങനെ അങ്ങ് ദൂരെ കാടിൻ്റെ പരിസരങ്ങളിലുള്ള റബ്ബർ വെട്ടുന്ന കാഴ്ചയാണ് കുട്ടികളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ തന്നെയാണ് വെട്ടുന്നത് കേട്ടോ. അത് വെട്ടി അവർ അവിടെ നിന്ന് ചോന്ന് നമ്മുടെ അടുത്തുള്ള ഒരു എന്താ പറയുക വണ്ടിയിലൊക്കെ കയറ്റി, പിന്നെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഭാഗ്യനോട് ചോദിക്കാം നമുക്ക്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ സ്റ്റോർ റൂം ഒന്ന് വൃത്തിയാക്കാമെന്ന്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് വലിയ 2 ഡബ്ബ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് നമ്മുടെ സ്റ്റോർ റൂം എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ. നമുക്ക് ഈ യൂട്യൂബിന് വേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ കൊണ്ട് ഡബ് ചെയ്യുക. അപ്പം നമുക്ക് എന്നും കുറേ സംഭവങ്ങളൊക്കെ വേണ്ട കാരണം കൊണ്ട് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. ബാക്കി എല്ലാം അവിടെ വൃത്തിയാക്കിയിട്ടാലും ഇതിൻ്റെ ഉള്ളിൽ എന്തോരം വൃത്തിയാക്കിയാലും ഇങ്ങനെ അടക്കും ചിട്ടില്ലാണ്ട് കിടക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് അടക്കും പറക്കിയൊക്കെ വെക്കുമ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന്. പിന്നെ ഈ ഡബ്ബ നമ്മൾ 499 രൂപയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 10% ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലാണ് നമ്മൾ അരിയിട്ട് വെക്കുന്നത്. പിന്നെ അമ്മയ്ക്കൊരു അരിപ്പക്കയിലും അരിപ്പക്കോട്ടയും അരിപ്പക്കാലൊക്കെ ആയിട്ട് മേടിച്ച് വെച്ചു. നമ്മൾ റേഷൻ്റെ അരിയും അതുപോലെ തന്നെ മട്ട അരിയൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റാക്കുകൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് മൊത്തത്തിൽ അടച്ചിടാനായിട്ടൊരു വാതിലുള്ള കാരണം കൊണ്ട് ഇത് മെസ്സി ചെയ്യാന്നുള്ള കാര്യം പുറത്തുള്ളവരാരും അറിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ ഗസ്റ്റൊക്കെ വന്നാലും അതിങ്ങനെ ഒരു ക്ലോഷർ ഉള്ള കാരണം കൊണ്ട് വൃത്തികേടൊന്നുമില്ല. പിന്നെ വലിയ വലിയ ഡബ്ബകളൊക്കെ ആക്കി ഒരുവിധം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഡബ്ബകളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് ഈ ഗ്ലാസ് ബോർഡിൽ എഴുതിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എനിക്കറിയില്ലല്ലോ, എന്തെങ്കിലും ഇപ്പോൾ ജീരകമോ കടുകോ ഒക്കെ തപ്പി നടക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ കൃഷ്ണേൻ്റെ കടയിൽ പോയി മേടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ആ ബോർഡും എഴുതുമ്പോൾ ഓൾറെഡി ഏതെങ്കിലും പെട്ടിയുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതി വെക്കുന്നത് കേട്ടോ. മാസത്തിലൊരിക്കൽ ചെയ്യുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വേസ്റ്റായി പോവും. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഇടാം. ഒരു പേപ്പറിലൊക്കെ എഴുതിയിടുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റായി പോവില്ല. കുറച്ച് എക്സ്പയറി ഡേറ്റ് കഴിയാറായി എന്ന് തോന്നുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. ഇവിടെ സാധാരണ ചേച്ചി അമ്മയും അല്ലെങ്കിൽ നമ്മുടെ കടയിലേക്കൊക്കെയാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് നമ്മൾ മാഗ്നറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഇത് മുട്ടിച്ച് വയ്ക്കും നമ്മുടെ ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിയാറായതുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ആ പെട്ടി 1 പെട്ടി 2 നമ്മൾ എഴുതി വയ്ക്കും. അപ്പോൾ ഇന്ന പെട്ടിയിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. പയറ്, പരിപ്പ്, കടല ഇതൊക്കെ പെട്ടെന്ന് ഉച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവി ഉണ്ട് ഇവിടെ. എന്തെന്നാണ് നമ്മുടെ നാട്ടിൽ പറയാന്ന് അറിഞ്ഞൂടാ, ഇവിടെ അതിന് ഉച്ചൂത്തുക എന്നാണ് പറയുക. അപ്പോൾ അത് കുത്താണ്ടൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ചേട്ടന്മാർക്ക് പച്ചക്കറി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റിയും വർദ്ധിക്കും, ക്വാളിറ്റിയും വർദ്ധിക്കും. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന അരിപ്പക്കയിലൊക്കെ. പിന്നെ ഈ വലിയ പെട്ടി മേടിച്ചു. ഇതിൻ്റെ ഉള്ളിലൊരു റോളർ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉന്തിക്കൊണ്ട് നടക്കാം. അതിൻ്റെ ഉള്ളിലാണ് കുറേ സംഭവങ്ങൾ വെക്കുക. ഇപ്പോൾ നമുക്ക് ചാനലൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ കുറേ കൊളാബൊക്കെ വരുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കൊളാബ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറേ പ്രൊഡക്റ്റുകൾ അയച്ചു തരും. അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും അയച്ചു തരും. കുറേയൊക്കെ ഞാൻ ചേച്ചിക്ക് കൊടുത്തു വിടും. പിന്നെ കടയിൽ നമ്മുടെ ചേട്ടന്മാർക്ക് അവരൊരു 10-15 പേരുണ്ടല്ലോ. അപ്പോൾ ആ 15 പേർക്ക് വേണ്ടിയിട്ട് വേണ്ടേ. അപ്പോൾ നമുക്കത് കൂടുതലും നമ്മൾ ഉപയോഗിച്ചതിനെ തീർക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ ഇവിടെ ഇളയമ്മയും അങ്ങനെ ചേച്ചിമാരൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇത് നമ്മുടെ പാപ്പുപാത്രമാണ്. പാപ്പുപാത്രം മാത്രം തപ്പിയാൽ മതി ശ്രീകുട്ടന്. അവൻ്റെ പാപ്പുപാത്രത്തിൽ എന്തുണ്ടെന്നുള്ള കാര്യം അവനറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പൂരത്തിനൊക്കെ പോയി വന്നിട്ടുള്ള പൊരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. 1000 പ്രേമാർദ്ര ഗാനങ്ങളിൽ പൊന്മയിൽ പീലിയാലെഴുതി.
എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഈ സ്റ്റോർ റൂം വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. നമുക്ക് കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ടാവും, പാത്രങ്ങളായിട്ടും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകളായിട്ടും ഒക്കെ. അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും വൃത്തികേടാവില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ മാസം മാസം നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. എന്നാലും മാസത്തിൻ്റെ അവസാനത്തുമ്പോഴേക്കും വീണ്ടും അലങ്കോലാവും. അപ്പോൾ വീണ്ടും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വലിയ ട്രാൻസ്പെറൻറ്റിൻ്റെ പെട്ടികളിലാക്കിയിട്ട് ഇതാ നമ്മളിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് കഥയാണ് വായിക്കണമെന്നറിയോ? എനിക്ക് തോന്നുന്നു കള്ളൻ പവിത്രനാന്ന് തോന്നുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ ബ്ലാക്ക് റാക്ക് എന്ന് പറയുന്നത്. ഇത് വലിയ വിലയൊന്നുമില്ല. നമ്മൾ 5000 രൂപയുടെ റാക്ക് ഉണ്ട് ഒരെണ്ണം. അത് ഭയങ്കര വിലയായി കാരണം കൊണ്ട് ഞാൻ അതിനെ എന്താ പറയുക കുറച്ചും കൂടി ശോഷിപ്പിച്ച് ഈ ഒരു 500 രൂപ റാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ മീഷോന്ന് മേടിച്ച റാക്കാണ് കേട്ടോ. 500 രൂപ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് എന്താ പറയുക ഉള്ളി, വെളുത്തുള്ളി, സവോള, കിഴങ്ങ് എന്നീ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റാക്കാണ്. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ഒരു 1-2 വർഷമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അടിയിൽ ഇതുപോലെ റോളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അലുമിനിയത്തിൻ്റെ കുറച്ച് ഇടയിൽ കൊടുത്തിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ കുറച്ച് കാലുകളാണ് കേട്ടോ. ഈ എന്താ പറയുക കുഴലുകളാണ്. അത് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടു, സാധാരണ നമ്മൾ അറ്റാച്ച് ചെയ്യണ പോലെ തന്നെ. ഇത് പിന്നെ സ്റ്റഡി ആയിട്ട് ഇരിക്കണ്ടായിരുന്നില്ല. അത് ഞാൻ അറ്റാച്ച് ചെയ്തേണ്ട കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉള്ളിലേക്ക് കയറി പോകാനൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ എന്താ ചെയ്യുക, ചുറ്റി കൊടുത്തോളാം, ഒന്ന് അടിച്ച് കയറ്റും. അങ്ങനെ അടിച്ച് കയറ്റുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ആ ഓട്ടയുണ്ടല്ലോ അത് മൊത്തം പിളർന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടും എന്താ പറയുക സൂക്ഷിച്ചും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് നമ്മൾ പണ്ടുള്ളവർ പറയാറില്ലേ, അതിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും കേട്ടോ. പിന്നെ ശ്രീകുട്ടൻ വന്നു. ശ്രീകുട്ടന് കണ്ണിക്കേടൊക്കെ മാറി ആൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഞാൻ 2 ദിവസം വൈകിട്ടാണ് വിട്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട് അതിന്, കുഴപ്പമില്ലാത്തൊരു ഹൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ പെട്ടെന്ന് കാണാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ അതൊക്കെ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്മെല്ല് വരും നമ്മുടെ അടുക്കളയിലൊക്കെ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ബട്ടൺസ് പോലത്തെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ആ ഒരു ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് പാറ്റിയും പല്ലിയൊക്കെ കയറിയിരിക്കാൻ ബുദ്ധിമുട്ടാവില്ലേന്ന് വെച്ചിട്ടായിരിക്കും അവരത് തന്നിട്ടുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അതാ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ശ്രീകുട്ടൻ എടുത്ത് പൊന്തിക്കുമ്പോൾ അറിയാലോ. അത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയും ഓവൻ്റെയും നടുവിലായിട്ട് കുറച്ചൊരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒരു 5 കിലോനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതുപോലത്തെ കുറേ പ്രൊഡക്റ്റ് മീഷോയിലുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റിനെ ചിലപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ 100-200 രൂപ വരെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമുക്കത് താഴത്തെ റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് പേര്. അപ്പോൾ ആ റിവ്യൂ നോക്കി മേടിക്കുന്നതായിരിക്കും നല്ലത്. മീഷോയിലത്തെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആമസോണിലത്തെ സെയിം പ്രൊഡക്റ്റുകൾ മീഷോയിൽ വില കുറവിൽ കണ്ടിട്ടുമുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ നമ്മൾ റിവ്യൂ നോക്കി മേടിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റിയും നമ്മുടെ മനസ്സിലുള്ള ക്വാളിറ്റിയും ബാക്കിയുള്ള ആൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയും ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് റിട്ടേണിങ് ഓപ്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ ശ്രീകുട്ടൻ്റെ ചട്ടിടുന്ന ബുക്ക് പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ, ബ്രൗൺ പേപ്പർ, അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിനൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവൻ തന്നെ അതിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടു. നമ്മൾ കടയിൽ നിന്ന് നമുക്ക് പച്ചക്കറികൾ സാധാരണ പൊതുവെ കൊണ്ടുവരുന്നതാണെങ്കിലും ഇവിടെ മിക്കതും സവോളയും തക്കാളിയൊക്കെ ഞാൻ അപ്പുറത്ത് ഡെൽസിയാൻ്റെ അടുത്ത് ഇളമേരെ അടുത്തും പോയി തപ്പാറുണ്ട്. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് തപ്പാറുണ്ട്. ബാട്ടർ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഈ 2-3 വീടുകൾ തമ്മിൽ കേട്ടോ. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ കുറേയൊക്കെ ബൾക്കായിട്ട് എടുത്ത് വയ്ക്കാൻ ശ്രമിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇളമയും ചേച്ചിയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ റാക്കിൽ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ചാനലുള്ള കാരണം കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന കാരണം കൊണ്ടും നമുക്ക് കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ ചേച്ചിയുടെ വീട് പണി കഴിയുമ്പോൾ പുതിയ പാത്രങ്ങൾ ചേച്ചി എന്തായാലും മേടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുറേ പാത്രങ്ങളൊക്കെ ചേച്ചിക്ക് കൊടുത്തു വിടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒതുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കുറേ പാത്രങ്ങൾ കൂടുതലുണ്ടല്ലോ, കുറച്ചൊക്കെ ചേച്ചിക്ക് കൊടുത്തു വിടാം അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തു വിടാം എന്നൊക്കെ വിചാരിക്കുന്നത്. പിന്നെ ചേച്ചി അമ്മയും വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകാറുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കടയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും ഒക്കെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും സ്നേഹ സമ്മാനങ്ങളായിട്ട്. അപ്പോൾ അതും അവിടെയൊക്കെ അടക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്.
1.5 വർഷമായി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വന്ന് താമസിച്ചു തുടങ്ങി, കിച്ചണൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. നാനോവൈറ്റ് എങ്ങനെയുണ്ട് ശ്രീന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നാനോവൈറ്റ് എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല, കറ പിടിക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ അഴുക്ക് വീണാലും പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അത് കാരണം എപ്പോഴും നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇടണം. പിന്നെ ഞാനത് കാരണം കൊണ്ടാണ് ഈ കിച്ചണിൽ നിന്ന് മാറി അപ്പുറത്തെ കിച്ചൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യും. പിന്നെ എപ്പോഴും എന്താ പറയുക, പ്ലസൻ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ കിച്ചണും നല്ല വൃത്തിക്ക് കിടന്നാലാണ് നമുക്കും ഒരു മാനസിക സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഇതിങ്ങനെ വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. പിന്നെ എനിക്ക് മാസത്തിൽ ഒരു വട്ടമൊക്കെ ശാന്തമ്മ വന്നൊന്ന് വൃത്തിയാക്കി തരും, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തരും. പിന്നെ കിച്ചണിൻ്റെ മുകളിലത്തെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും കാര്യങ്ങളും എനിക്ക് ഞാൻ ചെയ്താൽ മാത്രമാണ് മനസ്സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്നും വൈകുന്നേരം കിടക്കുന്നതിനേക്കാൾ മുന്നേ വൃത്തിയാക്കി ഇടാറുണ്ട്. നാനോവൈറ്റ് അത്ര ഒരു വലിയൊരു ഭാരിച്ച പരിപാടികളൊന്നും പറയില്ല, പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ഡോക്ടറെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ പോയി വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞതേ, നമുക്ക് കണ്ണാട വെച്ചിട്ട് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് അത്രയും പെട്ടെന്ന് പകരുന്ന ഒരു കൊറോണ പോലത്തെ രോഗമൊന്നുമല്ല കണ്ണിക്കേട് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണിൽ തൊട്ട കൈ കൊണ്ട് വേറെ എവിടെയും തൊടാണ്ടിരുന്നാലും കോണ്ടാക്റ്റിൽ വരാണ്ടിരുന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്നൊരു കാര്യം പറയാൻ പറഞ്ഞു. നമുക്കൊന്ന് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് പരിപ്പ് വട മേടിച്ചു. ചേട്ടന്മാർ 4 പേരുണ്ടായിരുന്നു. വാഴയിലായിരുന്നു പണി. അപ്പോൾ അവർക്ക് ചായ കൊടുത്തു. അങ്ങനെ 4 മണിത്തെ പരിപാടി ഞാൻ അവിടെ ഒപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, നമ്മുടെ വീട്ടിലൊക്കെ പൂരവും അതുപോലെ തന്നെ വിഷുവും ഉത്സവങ്ങളും ഓണവും ഒക്കെ വരുമ്പോൾ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ അച്ചപ്പവും കൊഴലപ്പവും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കുട്ടിക്കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. നമ്മളൊക്കെ അതിൽ നിന്ന് മാറി നിന്ന്, അല്ലെങ്കിൽ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ മാത്രമായി പോകരുതല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കിട്ടിയൊരു റെസിപ്പിയാണ്. റെസിപ്പിക്ക് പേരൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇതിനെ. അങ്ങനെ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഉപ്പിട്ടു. ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ പത്തിരി പോലെ എന്ന് പറയുമ്പോൾ പൂരി പോലെ ആക്കിയെടുക്കുകയാണ്, ചപ്പാത്തിയുടെ ഒരു പരുവത്തിലാക്കി എടുക്കുകയാണ് നമ്മൾ. നന്നായിട്ട് കുഴക്കണം. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം നേരം കുഴക്കേണ്ടതായിട്ട് വരും, നല്ലൊരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന റെസിപ്പികളൊക്കെ ഞാനും ട്രൈ ചെയ്ത് നോക്കും. കുറേയൊക്കെ വിജയിക്കും. വിജയിക്കുന്നതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും, വിജയിക്കാത്തതൊക്കെ ചാത്തം കൊണ്ടുപോകും. അതാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. നമ്മൾ കുറച്ചുണ്ടാക്കി നോക്കുകയാണ്, വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ. നമുക്കിവിടെ ചേട്ടന്മാർ പണിക്കുള്ള കാരണം കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് ചിലവാകും എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതിനെ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാവ് വേണം, പഞ്ചസാര പാവ് വേണം. അപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 വലിയ കയ്യില കണ്ടില്ലേ അതിൽ നമ്മൾ അത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ 2 ഏലക്കായും പൊടിച്ചിട്ടിട്ട് നമുക്കിതിനൊരു പാവാക്കി എടുക്കണം കേട്ടോ. ആ പാവിൽ നമ്മൾ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പലഹാരം കിട്ടും. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പലഹാരമാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് മയപ്പെട്ട് വന്നപ്പോൾ അതിനെ നമ്മൾ ചപ്പാത്തി പോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ടാണോ ശ്രീ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവർ, നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യണ്ട, ചപ്പാത്തി പലകേമ വെച്ച് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഇവിടെ ഭയങ്കര കംഫർട്ടബിളാണ്. എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല എൻ്റെ കയ്യിൽ ഇത്രയും വലുപ്പമുള്ള ചപ്പാത്തി പലക ഇല്ല. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഏത് മാവിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കിയത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഗോതമ്പ് മാവിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നമ്മളിത് മൈദയിലാണ് ഉണ്ടാക്കിയെടുത്തത്. രണ്ടാമത്തെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് അതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു സംഭവം കിട്ടും.
ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് റോൾ ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്കതിങ്ങനെ കഴിക്കുമ്പോൾ അടർന്നടർന്ന് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാൻ വെച്ച് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനെല്ലാം വറുത്തെടുക്കുക. എനിക്ക് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയെക്കാളും ഫ്ലേവറിൽ കുറച്ച് ഇഷ്ടമുള്ളത് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മളെന്താണോ പൊരിച്ചെടുക്കുന്നത് അതിൽ വെളിച്ചെണ്ണ പിടിക്കുന്നുള്ളൊരു മാനസികമായിട്ടുള്ള തോന്നൽ എനിക്കുണ്ട്. ചിലപ്പോൾ മാനസികമായിരിക്കാം. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ടിന് അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അടുക്കളയിൽ കേട്ടോ. അടുക്കള പണി നിസാരല്ല, എന്നാൽ ഒരുപാട് ഭാരിച്ചതോ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്കെല്ലാം സിമ്പിളായിട്ട് തോന്നും. അത് ഈ ലോകത്തെ എല്ലാ ജോലികളും അങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അത് ഭയങ്കര സിമ്പിളാവും. ഈവൻ പപ്പടം പൊരിക്കലായ തൊട്ട് അച്ചപ്പുണ്ടാക്കലായ വരെ. ഇന്ന് അച്ചപ്പാണ് അടുത്ത റെസിപ്പി കേട്ടാ. അപ്പോൾ നമുക്ക് പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നമ്മുടെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് പുതിയ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുക്കിംഗ് എപ്പോഴും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി സ്നേഹം ചേർത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എന്തുട്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആ സാധനം കൊളാവാറാണ് പതിവ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളത് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ അറിഞ്ഞുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു സ്പെഷ്യൽ രുചിയിലേക്ക് എത്താറുണ്ട്. അങ്ങനെയുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മളെന്തെങ്കിലും ഒരു മടി പിടിച്ച് പണി ചെയ്യുന്നേക്കാളും അത് ആസ്വദിച്ച് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന മാനസികമായിട്ടുള്ള ആ ഒരു വേരിയേഷൻ എങ്ങനെയാണ് ചേച്ചിമാരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് ലോയിലിട്ടിട്ട് കുറച്ചധികം നേരം കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് ഉള്ളു നന്നായിട്ട് വെന്ത് വരുള്ളൂ. കുറച്ചും കൂടി കനം കുറച്ച് സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഉള്ളിലെത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 2 ആഴ്ചയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ, ഒരു കേടും വരുത്താണ്ട്. അതിനേക്കാളും കൂടുതൽ വീട്ടിലിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് ചേട്ടന്മാർ ചോദിച്ചു മേടിച്ച് കഴിക്കുമായിരുന്നു. ശ്രീകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു. സ്കൂളിലേക്ക് സ്നാക്കൊക്കെ ആയിട്ട് ഇതാണ് കൊണ്ടുപോകണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മുട്ടയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കുറച്ചധികം ഉണ്ടാക്കി വെക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ശബ്ദം വരുന്നത് കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. എണ്ണ കളിയാകുമ്പോൾ ധൈര്യമില്ല, ഊരാണ് അല്ലെങ്കിൽ കഷ്ടകാല. ഇതുപോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് നമ്മുടെ അടുക്കളയിൽ നടക്കാറുണ്ടാവുമല്ലോ. പിള്ളേർ എണ്ണയുടെ അടുത്ത്, ഞാൻ എല്ലാത്തിനും അവനെ കൂടെ നിൽക്കുന്ന ആളാട്ടാ. ചായ വെച്ചോ മുട്ട പൊരിച്ചോ എന്നൊക്കെ പറയും. പക്ഷേ എണ്ണയുടെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര പേടിയാണ്. ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു എണ്ണപ്പണിന്ന് ചേച്ചിയുടെ കൈ പൊള്ളിയിട്ടുണ്ട്. അതെനിക്ക് എപ്പോഴൊക്കെ ഓർമ്മ വരും. ഇത് ഞാൻ പറയാറില്ലേ നിങ്ങളുടെ അടുത്ത്, ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ചിന്തിക്കും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പേടി വരും. ഇപ്പം അടുത്ത് വന്ന പേടിയാണ് അത് കേട്ടോ. അയ്യോ ഇങ്ങനെ ഉണ്ടായ എന്താണെന്നുള്ളത് എനിക്ക് അങ്ങനെ ഭയങ്കര ഇത് തോന്നും. എനിക്ക് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. കുറച്ച് സമയം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക പാനിയിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പൂരി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മടക്ക്, അതിനങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പുറിഞ്ചതിനെ ഇളക്കി എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ആ പാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടിരിക്കണം. ഒരുപാട് വെള്ളം പോലെ ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും എത്തും. അപ്പോൾ ഇതുപോലെ ആയിട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ ഒരെണ്ണം തൊടാത്ത രീതിയിൽ മാറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം ഉണ്ടാവടാ. അതും ദിവസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചേച്ചിമാർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. കാരണം നമ്മുടെ ചാനലിൽ നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള കുക്കിങ്ങിലൊക്കെ അടിപൊളിയായിട്ട് റെസിപ്പികൾ എനിക്ക് കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞു തരുന്ന ചേച്ചിമാരുണ്ട്. അങ്ങനെ നമുക്കിതിൻ്റെ എല്ലാ ചുരുളുകളും ഇതുപോലെ അഴിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ പാവിലിട്ട് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൂരപ്പലഹാരം റെഡിയായി. ഈ പൂരപ്പലഹാരം ഉണ്ടാക്കുക, പണ്ടൊക്കെ കളം മെഴുകി കളത്തിലിരുന്ന് അടുപ്പുണ്ടാക്കി അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഓർമ്മ വരൂടാ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഒരു ഹരമായിട്ട് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ചെയ്യുക. ഇപ്പോൾ പൂരത്തിൻ്റെ സീസണൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ അനിയത്തിമാരൊക്കെ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനിങ്ങനെ ഒരു വെള്ള പൊടി പോലെ വരും കേട്ടോ.
കേട്ടോ. കണ്ണ് ഏകദേശം ചൂട് കൊണ്ടിട്ടാന്ന് തോന്നുന്നു ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ലായിരുന്നു. ഞാൻ നമ്മുടെ ഷാൻ ചേട്ടൻ്റെ അച്ചപ്പത്തുമ്മയ്ക്ക് പിടിച്ചു. പിന്നെ അച്ചപ്പം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അച്ചപ്പാണ് ഏറ്റവും, എൻ്റെ മനസ്സിൽ അച്ചപ്പം എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഡിഷായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഒരു പലഹാരമായിരുന്നു. പക്ഷെ അച്ചപ്പാണ് ഏറ്റവും സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയത് ഞാൻ ആദ്യമായിട്ട് അച്ചപ്പം ഉണ്ടാക്കിയപ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് അച്ചപ്പ റെസിപ്പിയാണ് കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ സ്പൂൺ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൽ 2-ാം പാല്, 1-ാം പാല് തൊട്ടപ്പുറത്ത് ആ ഗ്ലാസ് ജാറിൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-ാം പാല് നമ്മൾ പിഴിഞ്ഞിട്ട് ഈ മുട്ടയും പഞ്ചസാരയും ഉപ്പും നമ്മൾ അടിച്ചെടുക്കുന്നത് 2-ാം പാലിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു തേങ്ങയും പിന്നെ ഒരു അര തേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ പാലാണ് 1-ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതും. അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് 2-ാം പാല് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒന്ന് കറക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന്, ഞാൻ ഇത്ര അളവെന്ന് പറയണില്ല, കാരണം ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്താണ് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയത്. അരിപ്പൊടി കേട്ടോ, അതും നമ്മുടെ വറുത്ത അരിപ്പൊടി ഇല്ലേ, നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്നത്, പുട്ടുപൊടി ഇടരുത്, പത്തിരിക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തത്. അപ്പോൾ ഭയങ്കര ലൂസായിട്ട് വന്നു. പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുന്നേക്കാളും മുന്നേ കയ്യിൽ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമുക്ക് മിക്സി സ്റ്റക്ക് ആവാണ്ട് കിട്ടും, അതായത് ജാറ് സ്റ്റക്ക് ആവാണ്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല വെള്ളമായപ്പോൾ ഞാൻ കുറച്ചും കൂടി എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി വീണ്ടും ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് ഇവിടെ നിന്ന് കലക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മുടെ മിക്സിയിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് കലക്കിയെടുത്തു. അതായത് ഒന്നും കൂടി കലക്കിയെടുത്തു. കൈ കൊണ്ട് കലക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഷാൻ ചേട്ടൻ്റെ, നിങ്ങൾക്ക് അച്ചപ്പം റെസിപ്പിന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും, ചേട്ടൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇതും നമ്മുടെ സൺറിച്ചിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. സൺറിച്ചിലല്ല, സൺഫ്ലവർ ഓയിൽ, ഏത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത കാരണമാണ്. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയെടുത്തോ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ താരം. എല്ലാവരും ചോദിക്കും ശ്രീ ഇത് അടിപൊളിയാണോ എന്ന്, ഊരി പോരുമെന്നൊക്കെ ചോദിക്കും. ഊരിയൊന്നും പോരുന്നില്ല. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ആശിച്ച് മോഹിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചപ്പം അമ്മ വന്നുണ്ടാക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അച്ചപ്പത്തട്ടല്ലടാ എന്നാ പറയാ, അച്ചപ്പച്ച്, അതുണ്ടായിരുന്നു. ഈ അച്ചപ്പച്ച് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മുക്കി വെച്ച് നല്ല ചൂട്ടോട് കൂടി നമ്മുടെ ബാറ്ററിൽ മുക്കിയാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, അച്ചപ്പം വിട്ടു പോരുള്ളൂ. അല്ലെങ്കിൽ അച്ചപ്പത്തട്ടുമ്പോൾ എന്നോടോ ബാലാന്ന് ചോദിച്ചാൽ ആളവിടെ കിടക്കും. പിന്നെ നമ്മൾ എള്ളിടുന്നു. ആ ഒരു കൺസിസ്റ്റൻസി, കുറച്ച് വെള്ളം, ഒരു കട്ടി കൂടുതലുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ബാറ്റർ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുന്നു, മുക്കുന്നു, വെക്കുന്നു. 2-3 വട്ടം മുക്കിയിട്ട് വെച്ചപ്പോൾ ശരിയായില്ലായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, നമ്മുടെ പുളി ഉണ്ടല്ലോ, വാളംപുളി, അതൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചു ആ പുളി ഇട്ടിട്ട്. എന്നിട്ട് നമ്മുടെ ഈ അച്ചുണ്ടല്ലോ അതിനെ വെച്ച് അതിൽ കൂടെ തിളപ്പിച്ചു. അപ്പോൾ അതുമത്തെ ക്ലാവൊക്കെ പോയി സംഭവമാണ് സെറ്റായി. ഞാനപ്പോൾ ചോദിച്ചു, നീ എന്നോടോ ബാലാന്ന്? നമ്മളോടാണ് വിട്ടുകൊടുക്കാത്ത, നമ്മളോടാണ് അവൻ്റെ കളി. ഒന്നിലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരു വാശി വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, എന്ത് കാര്യം ചെയ്യുമ്പോഴും. അധികം വാശി അമൃതും വിഷാന്ന് പറയുന്ന പോലെയാവും. എന്നാലും ചില കാര്യങ്ങളിൽ ഇത് ഞാനെന്ന് ശരിയാക്കി എടുക്കും എന്നുള്ളൊരു തോന്നലുള്ളവർക്കുണ്ടല്ലോടാ, നമ്മൾ തോൽക്കില്ല. ഈ ഡാഡാ വിളി വീണ്ടും വരുന്നുണ്ടോ? ഉപേക്ഷിച്ചതായിരുന്നു ഞാൻ. അപ്പോൾ ചേച്ചിമാർ വന്ന റെക്കമെൻഡേഷനാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചപ്പം അങ്ങനെ ഫൈനലി വിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ സന്തോഷം ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ എന്താ പറയുക, പരീക്ഷിച്ച് വിജയിച്ച ഈ വിഭവങ്ങളൊക്കെ നമ്മുടെ കൈകൊണ്ട് സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും സക്സസ് ആകുമ്പോഴും നമുക്ക് വരുന്നത് വേറൊരു ഫീലിംഗ് ആണ്. ഈ പത്തിരിപ്പൊടിയിലൊന്നും അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എന്നോട് പൊതുവെ എല്ലാവരും പറഞ്ഞത്. പക്ഷെ നമ്മൾ സെറ്റാക്കി. നമ്മൾ ഏറ്റവും ആദ്യത്തെ അറ്റംപ്റ്റ് ഏറ്റവും നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഒരു സ്പെഷ്യൽ, ഒരു കൊള്ളാം ശ്രീജ എന്നുള്ളൊരു പ്രൗഡ് മൊമെൻ്റ് ഇല്ലേ, അത് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അച്ചപ്പം അടിപൊളിയായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അച്ചപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണിയാണ്. കാരണം ഇത് മുക്കുക എടുക്കുക എന്നുള്ളതൊക്കെ നിസ്സാര കാര്യമല്ല. പിന്നെ ചൂട് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അച്ചപ്പൻ ഈ ഒരു പുളിയുറുമ്പിൻ്റെ കളറിൽ കിട്ടണം എന്നാ പറയാം, അച്ചപ്പത്തിൻ്റെ ആ ഒരു കളറ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ വലിയ കാര്യമില്ല, അച്ചപ്പം കരിഞ്ഞൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം നമ്മുടെ ബാഗിനൊന്നും ഈ വശത്തേക്ക് കാണാൻ വഴിയില്ല. പിന്നെ ആ അച്ചുമ്മ കറക്റ്റ് ചൂടല്ലെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് വിടിയിപ്പിച്ച് വിടേണ്ട പരിപാടികളൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു പാതിരാത്രി 12 മണിയായപ്പോൾ എൻ്റെ അച്ചപ്പം ഉണ്ടാക്കൽ അവസാനിച്ചു. കുറേ നേരത്തെ പരിപാടിയായിരുന്നു.
അപ്പം അത്രയും ആ ഒരു ബൗളിൽ അത്രയും ഇതുകൊണ്ട് നമുക്ക് ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അടിപൊളി അച്ചപ്പം ഉണ്ടായി. ഇളമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇളമ ഉണ്ടാക്കി നോക്കുകയും ചെയ്തു കേട്ടോ ഈ വറുത്ത പൊടിയിലുള്ള അച്ചപ്പം. എല്ലാവരും നമ്മൾ അരിപ്പൊടി അല്ല ഉണ്ടാക്കുക, നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചിട്ടാണ് അത്ര ഉണ്ടാക്കുക. അല്ലെങ്കിൽ പച്ചപ്പൊടി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവന്ന് അതിലാണ് മുട്ട ഒഴിച്ച് നാളികേരം പാൽ ഒഴിച്ച് കൂട്ടുക അത്ര. അപ്പോൾ ചേച്ചിമാരൊക്കെ അങ്ങനെയാവും ഉണ്ടാക്കുന്നുണ്ടാവുക. അതിന് വേറൊരു രുചിയായിരിക്കും കേട്ടോ, ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് അതിന് വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നേരമില്ലാത്ത സമയത്ത് ഒരു അച്ചപ്പം തിന്നണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു 10 അച്ചപ്പം തിന്നണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പൊടിയിൽ ഇത് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫൈനലി ഏറ്റവും അവസാനം വന്ന മാവ് മുക്കിയിട്ട് അച്ചപ്പത്തിൻ്റെ അച്ചമ്മ പിടിക്കുന്നുണ്ടായില്ല. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കോരി ഒഴിച്ചു. പിറ്റേ ദിവസം അതും കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയ്യായികകളൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് മാറ്റി വെച്ച് ഒരു വാശിയോട് കൂടി മുന്നോട്ട് പോകേണ്ടി വരും. ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കുക. ചൂടിൻ്റെ അടുത്തൊക്കെ കണ്ണ് കൊണ്ടുവച്ച് ഉള്ള പരിപാടികളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. വന്നിട്ടുള്ളവരാണെങ്കിൽ ഡോക്ടറെ കാണുക. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വന്നത് കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അച്ചപ്പൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൻ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഉൾവിളിയിൽ നിന്ന് വന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ശ്രീജ.